നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. ഉത്രാട നക്ഷത്രക്കാർക്ക് അന്ത്യഷഡ്കമാണ്. ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖം ഇവയൊക്കെയാണ് ഫലം. ദേവതയായി ഉത്രാട നക്ഷത്രക്കാർക്ക് ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ്. ഇപ്പോൾ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ഉത്രാട നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് നല്ല ബന്ധുജനങ്ങളുള്ളവരും ജീവിതത്തിലെ ആദ്യകാലങ്ങൾ ക്ലേശങ്ങളും ഉള്ളവരാകാം. സഞ്ചാരപ്രിയരും അന്യദേശത്ത് താമസിക്കുന്നവരും സൗന്ദര്യവും സദാചാരവും ഉള്ളവരാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് മനോരഞ്ജകമാകുന്ന വിധം രൂപഗുണയുക്തയായിട്ടുള്ളവരാണ്. വിനയശീലവും ലോകപ്രസിദ്ധയും സമ്പത്തും ഭർത്താവിൽ പ്രീതിയും സന്തുഷ്ടയും ആയിരിക്കും. ഉത്രാട നക്ഷത്രക്കാർക്ക് വ്യാഴം 6, 7, 8 ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 3, 4 ഭാവങ്ങളിലായിട്ടും രാഹു 2, 3 ഭാവങ്ങളിലായിട്ടും ചാരവശാൽ സഞ്ചരിക്കുന്നതിനാൽ സ്ഥാനഭ്രംശം, ദ്രവ്യനാശം, പുത്രലാഭം, ഏർപ്പെടുന്ന കാര്യാദികളിൽ സർവാവിഷ്ടത എന്നിവയും ആരോഗ്യസ്ഥിതിക്ക് സാരമായിട്ടുള്ള പ്രശ്നങ്ങളും ആവശ്യമില്ലാത്ത സഞ്ചാരങ്ങളും ധനനാശവും ഉണ്ടാകാം. 3 വയസ്സുവരെയുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഗ ഉപദ്രവങ്ങൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. 3 മുതൽ 13 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ സ്നേഹലാളനകൾ ലഭിക്കാനും സന്തോഷത്തോടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അഭ്യസിക്കാനും സാഹചര്യമുണ്ട്. 13 വയസ്സ് മുതൽ 20 വയസ്സുവരെയുള്ളവർക്ക് ധൈര്യസമേതം വിദ്യയിൽ ശോഭിക്കാനും വിദ്യ നേടുന്നതിന് ഏതറ്റം വരെ പോകുന്നതിനും ഇടയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. 20 വയസ്സ് മുതൽ 38 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം ഉന്നത പഠനം സംബന്ധിച്ച് ബാങ്കുകളിൽ നിന്നും പണം എടുക്കുന്നതിനും പടിപടിയായി കാര്യങ്ങൾക്ക് അടിത്തറ പാകുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ജോലി, സമ്പാദ്യം എന്നിവ നേടാൻ സാധിക്കുന്നതാണ്. 38 വയസ്സ് മുതൽ 54 വയസ്സുവരെ പ്രായമുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം വാഹനം, വീട് എന്നിവ സ്വന്തമായി വാങ്ങാനും സാമൂഹ്യ പ്രവർത്തികളിൽ ഏർപ്പെടാനും സാഹചര്യങ്ങളുണ്ട്. 54 മുതൽ 73 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണ്. 73 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ വർഷം കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉത്രാട നക്ഷത്രം മകരക്കൂറിലും ധനുക്കൂറിലുമായിട്ട് വരുന്ന നക്ഷത്രമാണ്. പൊതുവെ പറഞ്ഞാൽ വ്യാഴത്തിന്റെ ആനുകൂല്യമുള്ളതിനാൽ ഉത്രാട നക്ഷത്രം 1-ാം പാദത്തിൽ, അതായത് ധനുക്കൂറിൽ ജനിച്ചവർക്ക് ഈ വർഷം അഭീഷ്ട കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. രാഷ്ട്രീയത്തിലൂടെ അധികാരലബ്ധി ഉണ്ടാകുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ലാഭം ഉയരുന്നതാണ്. കാലത്തിന്റെ മാറ്റം തിരിച്ചറിഞ്ഞ് സ്വയം മാറാനുള്ള മനസ്സുണ്ടാകുന്നതാണ്. കണ്ടകശനി കാലമാണ്. അതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങൾ ലക്ഷ്യത്തെ പിന്നോട്ട് വലിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അക്കാര്യം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം.